മലയാളത്തിലെ പ്രമുഖ റാപ്പർ ഹിരൺദാസ് മുരളി എന്ന വേടനെതിരെയുള്ള ബലാത്സംഗ കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പ്രതിയെ കണ്ടെത്താനായി സംസ്ഥാനത്തിന് പുറത്തും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ വേടൻ കേരളത്തിൽ ഇല്ലെന്ന സൂചനയെ തുടർന്നാണ് തൃക്കാക്കര അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അയൽ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നത്. പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നത് ഈ മാസം 18-ലേക്ക് മാറ്റിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസ് അറസ്റ്റ് നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ജാമ്യാപേക്ഷയിൽ എതിർത്ത് പോലീസ് ഉടൻ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും കോടതി അറസ്റ്റ് തടയാത്ത സാഹചര്യത്തിൽ അറസ്റ്റ് നിയമപരമായി തടസ്സങ്ങളില്ലെന്നും പോലീസ് അറിയിച്ചു. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം വേടന്റെ നിലവിലെ ലൊക്കേഷൻ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. കേസിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി സാക്ഷികളുടെ മൊഴികൾ രേഖപ്പെടുത്തുന്ന നടപടികളും പുരോഗമിക്കുകയാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. യുവ ഡോക്ടറുടെ പരാതിയെ തുടർന്നാണ് വേടൻ ഒളിവിൽ പോയത്. തൃശൂരുള്ള ഇയാളുടെ വീട്ടിൽ പോലീസ് എത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ അവിടെ നിന്നും പോലീസിന് വേടന്റെ ഫോൺ ലഭിച്ചിരുന്നു. ഇത് ശാസ്ത്രീയ പരിശോധനകൾക്കായി ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. കോട്ടയം സ്വദേശിനിയായ യുവ ഡോക്ടറാണ് വേടനെതിരെ പരാതി നൽകിയത്. 2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെ വിവാഹ വാഗ്ദാനം നൽകി പലതവണ പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ ആരോപണം. യുവതി നൽകിയ മൊഴി പ്രകാരം PG വിദ്യാർത്ഥിനിയായിരിക്കുമ്പോൾ വേടന്റെ സംഗീതത്തോട് ആരാധന തോന്നുകയും പിന്നീട് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇരുവരും പരിചയപ്പെടുകയുമായിരുന്നു. 2021 ഓഗസ്റ്റിൽ വേടൻ യുവതിയുടെ ഫ്ളാറ്റിലെത്തുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു. പിന്നീട് വിവാഹം കഴിക്കാമെന്ന് ഉറപ്പു നൽകി യുവതിയുമായി ബന്ധം തുടർന്നു. ഏകദേശം 2 വർഷത്തോളം നീണ്ട ഈ ബന്ധത്തിനിടെ 6 തവണ പല സ്ഥലങ്ങളിൽ വെച്ച് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച ശേഷം പീഡിപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. 2023 വേടൻ യുവതിയുമായുള്ള ബന്ധം ഉപേക്ഷിക്കുകയും താൻ ഒരു ടോക്സിക് വ്യക്തിയാണെന്ന് പറയുകയും ചെയ്തു. വേടന്റെ ആൽബങ്ങൾ പുറത്തിറക്കുന്നതിൽ ഉൾപ്പെടെ സാമ്പത്തിക സഹായങ്ങൾ നൽകിയിട്ടുണ്ടെന്നും യുവതി പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. വേടൻ ഒളിവിൽ പോയതിനു ശേഷമാണ് യുവതി പോലീസിൽ പരാതി നൽകിയത്. യുവതിയുടെ പരാതിക്ക് പിന്നാലെ ഇരുവരുമായുള്ള ബന്ധം ഉഭയസമ്മതപ്രകാരമായിരുന്നുവെന്ന് വേടൻ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചിരുന്നു. എന്നാൽ ഇത് പോലീസ് തള്ളിക്കളഞ്ഞു. കൂടുതൽ തെളിവുകളും മൊഴികളും ശേഖരിച്ച് നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് പോലീസ് തീരുമാനം. വേടനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയനാക്കിയാലേ കേസിൽ കൂടുതൽ വ്യക്തത ലഭിക്കൂ എന്ന് പോലീസ് കരുതുന്നു. ഇതിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചത്. വേടൻ ഒളിവിൽ കേസിൽ വഴിത്തിരിവാകാൻ സാധ്യതയുണ്ടെന്നാണ് നിയമ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രതി ഒളിവിൽ പോയത് പോലീസിനും കോടതിക്കും മുന്നിൽ പ്രതിരോധിക്കാൻ സാധ്യതയില്ലാത്ത കുറ്റകൃത്യം ചെയ്തു എന്നതിന്റെ സൂചനയായി കണക്കാക്കാം. ഇത് മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയെയും ബാധിച്ചേക്കാം. എന്നാൽ വേടനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുമ്പോൾ മാത്രമേ കാര്യങ്ങളുടെ യഥാർത്ഥ ചിത്രം വ്യക്തമാകൂ. അടുത്ത കാലത്തായി കേരളത്തിലെ കലാസാംസ്കാരിക മേഖലയിലെ പ്രമുഖർക്കെതിരെ ഉയർന്നുവരുന്ന ലൈംഗികാതിക്രമ ആരോപണങ്ങളുടെ കൂട്ടത്തിൽ ഈ കേസും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളുടെ പ്രശസ്തനായ പലരും ഇത്തരം ആരോപണങ്ങളിൽ ഉൾപ്പെടുന്നത് യുവതലമുറയെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. സെലിബ്രിറ്റികളുടെ പെരുമാറ്റത്തെയും സാമൂഹികമായുള്ള അവരുടെ ഇടപെടലുകളെയും കുറിച്ചുള്ള ചർച്ചകൾ ഈ സംഭവത്തിൽ വീണ്ടും സജീവമായിരിക്കുകയാണ്. അതേസമയം ഈ കേസ് സൈബർ ഇടങ്ങളിലും വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. യുവതിയുടെ പരാതിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്തെത്തി. ചിലർ ഇരയുടെ പക്ഷം ചേർന്ന് സംസാരിച്ചപ്പോൾ വേടന്റെ ഭാഗം കേൾക്കണമെന്നും ഇരയുടെ ആരോപണങ്ങൾ മാത്രം വെച്ച് ഒരാളെ ശിക്ഷിക്കാൻ പാടില്ലെന്നും വാദിക്കുന്നവരുമുണ്ട്. എന്നാൽ ഈ കേസിൽ പോലീസ് നടത്തുന്ന അന്വേഷണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ശാസ്ത്രീയപരമായ തെളിവുകളും കൃത്യമായ മൊഴികളും ശേഖരിച്ച് മാത്രമേ ഒരു കേസിൽ അന്തിമ തീരുമാനത്തിലെത്താൻ സാധിക്കൂ. പോലീസ് ശേഖരിച്ച ഫോൺ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകൾ കേസിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കാൻ സാധ്യതയുണ്ട്. വേടന്റെ റാപ്പ് ഗാനങ്ങളുടെയും സാമൂഹിക വിഷയങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകളിലൂടെയും യുവതലമുറയിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. അതിനാൽ തന്നെ ഇത്തരമൊരു ആരോപണങ്ങളിൽ അദ്ദേഹം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് പല ആരാധകരെയും നിരാശരാക്കിയിട്ടുണ്ട്. ലൈംഗികാതിക്രമം പോലുള്ള ഗൗരവമേറിയ വിഷയങ്ങളിൽ സമൂഹത്തിൽ കൂടുതൽ അവബോധം സൃഷ്ടിക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ കേസ് ഓർമ്മിപ്പിക്കുന്നു. അധികാരവും പ്രശസ്തിയുമുള്ള വ്യക്തികൾ തങ്ങളുടെ സ്വാധീനം ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും ഇത് നൽകുന്നു. കേരള പോലീസിന്റെ അന്വേഷണ പുരോഗതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി സമൂഹം കാത്തിരിക്കുകയാണ്. ഈ കേസിന്റെ വിധി സമൂഹത്തിൽ ഒരു പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്നും സമാനമായ കേസുകളിൽ ഇരകൾക്ക് കൂടുതൽ പിന്തുണ നൽകാൻ സഹായകരമാകുമെന്നും പ്രതീക്ഷിക്കുന്നു.